സന്തോഷ്, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്? വയനാട്ടിൽ രാവിലെ മുതൽ തന്നെ വലിയ നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പ്രത്യേക ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ ആ ബസ് സർവീസിന്റെ സേവനം ആളുകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സിജു, വയനാട് ഇപ്പോൾ വലിയ ഒരു നീണ്ട ക്യൂ പോളിംഗ് ബൂത്തുകളിൽ കാണാനില്ല. ഞാനിപ്പോൾ കൽപ്പറ്റയിലെ HIM UP സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ 4 ബൂത്തുകളുണ്ട്. ഇവിടെ രാവിലെ വോട്ടിംഗ് ആരംഭിച്ച സമയത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നീട് അത് അല്പം കുറഞ്ഞിരിക്കുകയാണ്. ആളുകൾ ഇപ്പോഴേക്ക് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. നീണ്ട ഒരു ക്യൂ ഉണ്ട് എന്ന് ഇവിടെ പറയാൻ കഴിയില്ല. ഏതായാലും പോളിംഗ് ഒരു പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചൂരൽമലയിലും മുണ്ടൽക്കൈയിലും എല്ലാം തന്നെ ദുരന്ത ബാധിത മേഖലകൾക്കുള്ളവർക്ക് വോട്ട് ചെയ്യുന്നതിനായി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തി വോട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുനരധിവാസ മേഖലകളിൽ നിന്നും പോളിംഗ് ബൂത്തുകളിലേക്ക് ഈ വോട്ടർമാരെ എത്തിക്കുന്നതിനായിട്ടുള്ള പ്രത്യേക വോട്ട് വണ്ടി സംവിധാനം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ആ സംവിധാനങ്ങളും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ദുരന്തമുണ്ടായ 10-12 വാർഡുകളിലെ വോട്ടർമാർക്കായി 2 ബൂത്തുകൾ അവിടെ തന്നെ പ്രദേശത്തും അതോടൊപ്പം തന്നെ 11ാം വാർഡിൽ ഉൾപ്പെട്ടവർക്കായി മേപ്പാടി സ്കൂളിലുമാണ് ഈ പോളിംഗ് ബൂത്ത് ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് ആളുകൾ എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വോട്ട് വണ്ടിയിൽ ആളുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും പ്രധാനമായും 3 ജില്ലകളിലായാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലം പരന്ന് കിടക്കുകയാണ്. അവിടെയെല്ലാമുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഔദ്യോഗികമായി ഇപ്പോൾ പോളിംഗ് ശതമാനം ലഭിച്ചിട്ടുള്ളത് 13.79 എന്നുള്ള നിലയിലാണ്. വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഈ തിരഞ്ഞെടുപ്പിൽ, ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇത്തവണ വയനാട്ടിൽ നടക്കുന്നത്. കാരണം ഈ ഒരു ദുരന്തത്തെ നേരിട്ട ജില്ലയാണ് വയനാട്. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെ നേരിട്ട ഈ ജില്ല അതിനുശേഷം ഒരു വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഓരോരുത്തരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും ചർച്ചയായിട്ടുണ്ട്. ആരൊക്കെ ദുരന്ത സമയത്ത് തങ്ങളെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ടർമാർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വലിയ ദുരന്തമുണ്ടായിട്ടും ഇതുവരെ കേന്ദ്ര സഹായം ലഭിക്കാത്തതിനാൽ BJPക്കെതിരായിട്ടുള്ള വികാരം വോട്ടർമാർക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്ടിലെ MP ആയിരുന്ന രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് കൂടി വയനാടിന് സഹായം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു വികാരം വോട്ടർമാർക്ക് ഇടയിലുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.